ആരുടെ ഇങ്ങോട്ട് തള്ളിപ്പൊളന്നുകൊണ്ട് വരുന്നത്? ആരാണെങ്കിലും ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞുതരാം. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും താരൂസ് വേൾഡിലേക്ക് സ്വാഗതം. വീണ്ടും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ആരംഭിക്കുകയാണ്. അതിനു മുന്നേ കഴിഞ്ഞ സീസൺ 5 സീസണുകൾ കഴിഞ്ഞിട്ടുണ്ട്. ആ ഓരോ സീസണിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, 5 സീസണുകൾ നടന്നിട്ട് അതിൽ രണ്ടാമത്തെ സീസണിൽ വിജയി ആരെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അതുപോലെ തന്നെ തേർഡ് സീസണും അവർക്ക് വിജയി ആരെന്ന് പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വിജയിയെ പ്രഖ്യാപിച്ചത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെയായിരുന്നു മികച്ച സീസണുകൾ, നമ്മളെ കൂടുതൽ അട്രാക്ട് ചെയ്തത്, നമ്മളെ കൂടുതൽ പിടിച്ചിരുത്തിയ ഏതൊക്കെ സീസൺ ആയിരുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എൻ്റെതായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും. ഈ 5 സീസണും കണ്ടതിൽ വെച്ച് അത്ര നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യാത്തത് 5ാമത്തെ സീസൺ ആണ്. ബാക്കിയുള്ളതൊക്കെ ഒത്തിരി ഭയങ്കര ഹരമായിട്ട് കണ്ടിരുന്നു. പക്ഷെ എനിക്ക് അഖിൽ മാരാരെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് അഖിൽ മാരാരെ ഭയങ്കര ഇഷ്ടവുമാണ്. അതിൽ ഈ 5ാമത്തെ സീസണിൽ സംഭവിച്ച എന്താന്ന് ചോദിച്ചാൽ ഒരു തണുപ്പം മട്ടായിരുന്നു 5ാമത്തെ സീസൺ. എന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള വഴക്കുകളൊന്നും അതിലില്ലായിരുന്നു. അഖിൽ മാരാരും ശോഭയും തങ്ങളിൽ നല്ല രീതി കട്ടയ്ക്ക് ഉടക്കുണ്ടായിരുന്നു. ശോഭ നല്ലൊരു പോരാളിയായിരുന്നു, നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. എങ്കിലും എനിക്ക് സാഗർ സൂര്യ ഒത്തിരി നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ തോന്നി. സാഗർ നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി സാഗർ നമ്മൾ വിചാരിക്കുന്നതിന് മുന്നേ ഔട്ടായി. അഞ്ജൂസും സെറീന അവരൊക്കെ നന്നായിട്ട് ചെയ്തെങ്കിലും ഒരു തണുത്ത സീസൺ പോലെയാണ് 5ാമത്തെ സീസൺ ഫീൽ ചെയ്തത്. സെറീനയുടെയും സാഗറിൻ്റെയും കോംബോ അടിപൊളിയായിരുന്നു. പിന്നെ ഷിജിച്ചേട്ടൻ വന്നത് മത്സരിക്കാനാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. ഷിജിച്ചേട്ടൻ അവിടെ ചെയ്തത് അഖിൽ മാരാർക്ക് കപ്പ് കിട്ടാൻ വേണ്ട ഒരു കളം ഒരുക്കി കൊടുക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ അനു നല്ലൊരു പ്ലെയർ ആയിരുന്നു. ഇടയ്ക്ക് അനുവിൻ്റെതായ പാർട്ട് കറക്റ്റായിട്ട് തന്നെ ചെയ്തു, നന്നായിട്ട് പ്ലേ ചെയ്തു. പക്ഷേ മറ്റുള്ള ബിഗ് ബോസ് സീസൺ പോലെ ഇതങ്ങോട്ട് അത്രയ്ക്കങ്ങോട്ട് നമ്മളെ പിടിച്ചിരുത്തുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ കാണുമായിരുന്നു. പക്ഷെ അത്രയ്ക്കും അങ്ങോട്ടൊരു പോരാട്ടമൊന്നും ഇല്ലായിരുന്നു. ഒരു തണുത്ത മട്ട്, അവരൊരു ഫ്രണ്ട്സ് പോലൊക്കെ ആയിരുന്നു. അതിനകത്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇവരെല്ലാവരുടെ വന്നോ എന്ന് പോലും നമുക്ക് തോന്നി. കൂടുതലും മത്സരത്തിലേക്ക് അവരെങ്ങോട്ട് ഇറങ്ങി വരാത്തത് പോലെ. പിന്നെ ഗെയിമൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അഖിൽ മാരാരെ സംബന്ധിച്ച് അദ്ദേഹം നല്ലൊരു പ്ലെയർ ആയിരുന്നു, നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു, നല്ല പൊരുതി തന്നെയാണ് വിജയിച്ചത്. അതിലൊന്നും എതിരഭിപ്രായമില്ല. പക്ഷെ ഇത്രയും 1 to 5 വരെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് താഴ്ന്ന് നിൽക്കുന്നത് 5 തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ പേഴ്സണലി അഖിൽ മാരാര എനിക്ക് ഇഷ്ടവുമാണ്. പിന്നെ നമുക്ക് 4ലേക്ക് വരാം. ഏറ്റവും ബെസ്റ്റ് സീസൺ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ 4 പറയത്തുള്ളൂ. പേഴ്സണലി എനിക്ക് റോബിനാണ്. ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലോടി വരുന്നത് ഡോക്ടർ റോബിനാണ്. റോബിൻ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം നല്ല ഫാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് റോബിൻ. നല്ല ടാലൻ്റ് ഉള്ള വ്യക്തി തന്നെയാണ്. അന്നും ഇന്നും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ റോബിൻ കഴിഞ്ഞേ ഉള്ളൂ ആരും. അതുപോലെ തന്നെ രജിത് സാറിനെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സീസൺ 5ന്റെ ഒരു ചെറിയ പരാജയം എന്താന്ന് ചോദിച്ചാൽ ഷോ ഡയറക്ടർ കറക്റ്റായിട്ട് കണ്ടസ്റ്റൻസിനെ ജഡ്ജ് ചെയ്തില്ല എന്നൊരു ഫീൽ എനിക്ക് വന്നു. അതുപോലെ കണ്ടസ്റ്റൻസിലും ഒരു മത്സരബുദ്ധി അങ്ങോട്ട് ഉടനീളം കണ്ടില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ബാക്കിയുള്ളതിൽ നിന്നും കുറച്ച് താന്ന് നിൽക്കുന്നത് സീസൺ 5. ബെസ്റ്റ് ഏതാന്ന് ചോദിച്ചാൽ സീസൺ 4 ആണ് ഞാൻ പറയുന്നത്. സീസൺ 5 കണ്ടുകൊണ്ടിരുന്ന സമയത്തിന് എല്ലാവർക്കും ആദ്യമേ തന്നെ അറിയായിരുന്നു മാരാരായിരിക്കും കപ്പടിക്കുന്നത് എന്ന്. എല്ലാവർക്കും ആദ്യമേ തന്നെ അറിയാമായിരുന്നു. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇവരെല്ലാം വിട്ടുകൊടുത്തത്.
ഇവരെല്ലാം ഭയങ്കര മത്സര ബുദ്ധിയോടെ പ്രയത്നിക്കാഞ്ഞത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും. അതിൽ ശോഭ മാത്രമാണ് വേറിട്ട് നിന്നത്. ശോഭയ്ക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ടായിരുന്നു കപ്പടിക്കുമെന്ന്. അവസാനം വരെയും ശോഭ പ്രതീക്ഷ കൈവിട്ടില്ല. അഖിൽ മാരാരെ സംബന്ധിച്ച് അഖിൽ പൂർണ്ണമായിട്ടും ഗെയിം പഠിച്ചിട്ടാണ് അതിലേക്ക് വന്നിരിക്കുന്നത്. അവസാനം വരെയും അഖിലിനറിയാം അഖിൽ തന്നെയാണ് ജയിക്കുന്നതെന്നും പുറത്ത് നല്ല രീതിയിൽ PR വർക്ക് നടക്കുന്നുണ്ടെന്നും കംപ്ലീറ്റ് കാര്യങ്ങളും അഖിലിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പല കാര്യങ്ങളും അഖിൽ അതിനകത്ത് വെച്ച് ഗസ് ചെയ്തതും. ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരനെ ജയിക്കാനുള്ള ഒരു മനസ്സില്ല എന്നൊക്കെ പലരും കുറ്റപ്പെടുത്തുന്ന കണ്ടു. പുള്ളിക്കാരൻ വന്ന ഒരു തണുപ്പൻ രീതിയായിരുന്നു. പുള്ളിക്കാരന് ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലായിരുന്നു, അത് വേറെ കാര്യം. പിന്നീട് പുള്ളിക്കാരൻ ജയിക്കാനുള്ള ഒരു വഴി ഒരുക്കി കൊടുത്തു മാരാർക്ക്, അങ്ങനെയാണ് കുറ്റപ്പെടുത്തിയത്. എനിക്ക് ഫീൽ ചെയ്തത് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ബിഗ് ബോസിൽ വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എനിക്ക് മനസ്സിൽ തോന്നിയത് ഇനി വരുന്ന കണ്ടസ്റ്റൻസ് എങ്കിലും ഷിജി ചേട്ടനെ പോലെ ആവരുത് എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. എന്താണെന്ന് വെച്ചാൽ മത്സരമാണ്, അത് മത്സരിക്കാൻ വേണ്ടിയുള്ളതാണ്. അല്ലാതെ നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്ത് അയാൾ കപ്പടിക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ കൂടെ നിൽക്കുക, അതൊക്കെ വളരെ മോശമാണ്. എപ്പോഴും ഇത്രയും പേര് ചേർന്ന് മത്സരിക്കുന്നില്ല, അപ്പോൾ അവരെല്ലാം മണ്ടരായി പോയില്ലേ? അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതൊരു പക്ഷപാതം പോലെ എനിക്ക് ഫീൽ ചെയ്തു. തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊക്കെ അഖിൽ മാരാരെ കളിയാക്കുന്നുണ്ട്. ഇപ്പം ഭയങ്കരമായൊരു സൈബർ ബുള്ളിങ്ങിൽ അകപ്പെട്ടിരിക്കുകയാണ് അഖിൽ മാരാര്. വല്ലാതെ ഊക്കുന്നുണ്ട് എല്ലാവരും കൂടി. എയറിൽ തന്നെയാണ് അഖിൽ മാരാർ. അതെന്താണെന്ന് ചോദിച്ചാൽ അടുത്ത സീസൺ തുടങ്ങാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് പലർക്കും വേണ്ടിയിട്ട് അഖിൽ മാരാരെ ഇങ്ങനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് കുറേ യൂട്യൂബേഴ്സ് ഇങ്ങനെ പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവർ തന്നെ ആ യൂട്യൂബേഴ്സ് ഇപ്പം മാക്സിമം ഡോക്ടറിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുതന്ത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിഗ് ബോസ് സീസൺ 3യെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും നല്ല ഒന്നൊന്നര മത്സരാർത്ഥികൾ തന്നെയായിരുന്നു. എടുത്തു പറയുകയാണെങ്കിൽ നല്ലൊരു ഫൈറ്റർ ആയിരുന്നു ഫിറോസ്. വിജയിയായത് മണിക്കുട്ടനാണെങ്കിലും എല്ലാവരും നല്ല പ്ലേയേഴ്സ് ആയിരുന്നു. നമ്മുടെ കിടിലൻ ഫിറോസ് ഓണവില് കളിക്കാൻ നോക്കിയെങ്കിലും മൊത്തത്തിൽ ഉഷാറായിരുന്നു. കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പ്രത്യേക ഒരു കഴിവ് തന്നെയാണ് പോളി ഫിറോസിന്. മറ്റുള്ളവരെ കൊണ്ടും മോട്ടിവേഷൻ കൊടുത്ത് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പോളി ഫിറോസിന് ഒരു വല്ലാത്ത കഴിവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ പുറത്താക്കിയത് സീസണിന്റെ ഒരു ഇടിവ് തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സീസൺ 2നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണമാകാത്ത ഒരു സീസൺ ആയിരുന്നു സീസൺ 2. വാശിയേറിയ മത്സരങ്ങൾ ഉണ്ടായിരുന്നു, നല്ല നല്ല കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു സീസൺ 2. ഡോക്ടർ രജിസാറിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഓരോ ഗെയിമും നടന്നിരുന്നത്. മറ്റൊരു കണ്ടസ്റ്റൻസിനും കിട്ടാത്ത ജനപിന്തുണ രജിസാറിന് കിട്ടി. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യം എന്ന് വെച്ച് അങ്ങനെ പറയാൻ പറ്റൂ, നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന് തൊട്ട് മുന്നേ അദ്ദേഹം ഔട്ടാവുമായിരുന്നു. അത് ജനങ്ങൾക്ക് വളരെയേറെ വിഷമമുണ്ടാക്കി. കുറവ് എന്താണെന്ന് ചോദിച്ചാൽ പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു സീസൺ ആയിപ്പോയി കൊറോണ മൂലം. രാജാവ് തീർച്ചയായിട്ടും രജിസാർ തന്നെയാണ്. സീസൺ 1ലേക്ക് വരുമ്പോഴത്തേക്ക് പലർക്കും ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് പോലും അറിയത്തില്ല, ഷോ എന്താണെന്ന് അറിയത്തില്ല. അവർ പലരും ചിന്തിച്ചത് മലയാളി ഹൗസുമായിട്ട് സാമ്യപ്പെടുത്തിയ ഒരു ഷോ ആയിരിക്കും എന്ന് പോലും കരുതി. അവരാരും മറ്റുള്ള ഷോ ഹിന്ദിയിലും ഇംഗ്ലീഷ് അതൊന്നും കാണാറില്ലല്ലോ. അപ്പം ആർക്കും ഒരു വ്യക്തതയില്ല. ഈ ഷോയെ പറ്റി യാതൊരു വ്യക്തതയില്ലായിരുന്നു സീസൺ 1നെ കുറിച്ച് പറയുകയാണെങ്കിൽ. സീസൺ 1 മികച്ച ഒരു താരനിര തന്നെ ഉണ്ടായിരുന്നു. സാബുമോൻ, പേളിമാണി, ശ്വേതാ മേനോൻ, രഞ്ജിനി ഹരിദാസ്, അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. കൂടുതൽ ഫാൻ പേജ് ഉണ്ടായിരുന്നത് പേളിമാണിക്ക് തന്നെയായിരുന്നു. പക്ഷേ ഗെയിം വിന്നറായത് സാബുമോനായിരുന്നു. എല്ലാവരെക്കാളും മികച്ചതായിട്ട് ഗെയിം കളിച്ചത് സാബുമോൻ തന്നെയായിരുന്നു. അതിൽ യാതൊരു തർക്കവുമില്ല. അർഹതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു. സീസൺ ഏതാന്ന് ചോദിച്ചാൽ സീസൺ 4 പറയാൻ പറ്റത്തുള്ളൂ. ലൈവ് സ്ട്രീമിംഗ് തുടങ്ങുന്നതും ബിഗ് ബോസ് സീസൺ 4 മികച്ച സിനിമ കാണുന്ന ഫീൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടായിരുന്നു. റോബിൻ ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും നിമിഷ ആണെങ്കിലും എല്ലാവരും കട്ടയ്ക്ക്, ബ്ലെസ്ലി, ദിൽഷ എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. ദിൽഷയെ സംബന്ധിച്ച് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിലേക്ക് വരുമ്പോൾ ആർക്കും അറിയത്തില്ല എന്താ എന്ന്, ആർക്കും ഒരു ഐഡിയ ഇല്ല.
പിന്നീട് എല്ലാവരും സെർച്ച് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയത്. പിന്നീട് അദ്ദേഹം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം ഇടപെടുന്ന പോലെ തോന്നി. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ആണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ കുട്ടി അഖിൽ, സുചിത്ര, അങ്ങനെ ഒരുപാട് പേര്. വളരെ രസകരമായ ഒരു സീസൺ ആയിരുന്നു. വല്ലാത്ത മിസ്സിങ് തോന്നുന്നു. ശക്തമായ വില്ലൻ ഉണ്ടായിരുന്നു റോബിന്. റിയാസ് നല്ല പെർഫോമൻസ് ആയിരുന്നു. റോബിനിലൂടെ റോബിൻ്റെ വോട്ട് കളക്ട് ചെയ്തുകൊണ്ടാണ് ദിൽഷ വിൻ ചെയ്ത എന്നൊക്കെ ഒരു സംസാരം ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. എന്ന് വെച്ചാൽ ദിൽഷ ഫാൻസിന് അത് ഇഷ്ടപ്പെടത്തില്ല. ദിൽഷ നന്നായിട്ട് ഗെയിം ചെയ്തിരുന്നു. അർഹതയുള്ള വിജയം തന്നെയാണ് കിട്ടിയത്. തോറ്റവരാരും നല്ല കണ്ടസ്റ്റൻസ് അല്ല എന്നല്ല, എല്ലാവർക്കും അവരവരുടേതായ കഴിവുകൾ ഉണ്ട് എന്ന് തെളിയിച്ചവർ തന്നെയാണ്.